മെട്രിസസും അതുമായി ബന്ധപ്പെട്ട പോർഷൻസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളാം. ന്യൂട്ടൺസ് ലോസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഡെറിവേഷൻ ആണെന്ന് കരുതി കുറേ ഡെറിവേഷൻസ് ഉണ്ടെന്ന് കരുതി അതൊന്നും ഒഴിവാക്കാനുള്ളതല്ല. അതിനിടയ്ക്ക് നിന്നൊക്കെ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താനും. ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇപ്പോൾ എല്ലാവരും അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം ഊർജിതമായിട്ട് തുടങ്ങിക്കാണും അല്ലേ? ഇപ്പം രണ്ട് രീതിയിലുള്ള പഠനമാണ് നമ്മൾ ഇനി സാധാരണ ആൾക്കാർ നടത്തുന്നത്. ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവർ ആദ്യമായിട്ടുള്ള ആ പഠനം, പിന്നെ കുറേ പേര് കഴിഞ്ഞ തവണയൊക്കെ പരീക്ഷ എഴുതിയവരും അല്ലെങ്കിൽ കുറേ തവണയായിട്ട് പരീക്ഷ എഴുതി എക്സ്പീരിയൻസ് ഉള്ളവരും ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഈ രണ്ട് കാറ്റഗറി ആൾക്കാരാണുള്ളത്. അപ്പോൾ നമ്മൾ ഏത് പരീക്ഷയാണെങ്കിലും, സാധാരണ ഒരു യൂണിവേഴ്സിറ്റി സെമസ്റ്റർ എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും, തന്നിരിക്കുന്ന സിലബസും നമ്മൾ പഠിച്ച് പ്രിപ്പയർ ചെയ്യുന്ന സിലബസും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് സിലബസുകൾ തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 50% കൂടുതലാകുമ്പോഴാണ് നമുക്ക് പഠനം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലോട്ട് ഉയരാതെ വരികയും നമുക്ക് ആ പരീക്ഷ പാസ്സാകാൻ പറ്റാതാവുകയും ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത്രയധികം വ്യത്യാസമാണ്. നമ്മൾ പഠിക്കുന്നില്ല എന്ന് തന്നെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പറയേണ്ടി വരും. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് നമുക്ക് വേണ്ടുന്നത് മാത്രം പഠിച്ച് പോകുന്നു. അതിനകത്തുനിന്ന് ചോദ്യം വന്നാൽ വന്നു, ഇല്ലെങ്കിൽ ഇല്ല, ആ ഒരു രീതിയിലുള്ള പഠനം. പക്ഷെ അതൊരു സീരിയസ് വേ ഓഫ് സ്റ്റഡി അല്ല. ഒരു സീരിയസ് സ്റ്റഡിയാണ് നമ്മൾ ഉദ്യമിക്കുന്നതെങ്കിൽ ഒഴിവാക്കേണ്ട ഭാഗങ്ങൾ മാത്രം ഒഴിവാക്കുകയും ബാക്കി എല്ലാ ഭാഗങ്ങളും വളരെ തറവായിട്ട് പഠിച്ചു പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ സെറ്റ് ഫിസിക്സിന് ഈ ഭാഗങ്ങൾ ഒഴിവാക്കാം എന്ന് നമ്മൾ പറയുമ്പോൾ, ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കിയാലും അധികം തട്ടുകേട് കൂടാതെ നമുക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റും. കാരണം ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ്, 1. 2, നമുക്ക് റാങ്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ 3, ഇതിന് നെഗറ്റീവ് മാർക്കില്ല. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കിയാലും നമുക്ക് അധികം പ്രശ്നം വരാൻ പോകുന്നില്ല. സിലബസ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കവർ ചെയ്യാനും അങ്ങനെ കൂടുതൽ സമയം റിവിഷന് വേണ്ടി മാറ്റിവെക്കാനും റിവൈസ് ചെയ്ത് പഠിച്ച ഭാഗങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാനും നമുക്ക് സമയം കൂടുതൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ വലിയ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഈ ഒഴിവാക്കുന്ന ഭാഗങ്ങളുടെ നഷ്ടം നമ്മൾ മറ്റു ഭാഗത്തു നിന്ന് നികത്തേണ്ടി വരും. ഇവിടെ നിന്ന് എന്തെങ്കിലും ചോദ്യം വന്നാൽ, അങ്ങനെ ചോദ്യം വരാറില്ല, എന്തെങ്കിലും ചോദ്യം വന്നാൽ വരുന്ന ഭാഗത്തുനിന്ന് ബാക്കിയുള്ള ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളെല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കണം. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പറയുന്ന ഭാഗങ്ങൾ കുറച്ച് ഓരോ മോഡ്യൂളിലെയും കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കംപ്ലീറ്റ് ഇനി ആ ഭാഗത്തെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. പക്ഷെ അങ്ങനെയല്ല. ആ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഭാഗം തീരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല. കാരണം കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ബാക്കി അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ വരുന്ന ആപ്ലിക്കേഷൻസിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും താരതമ്യേന മറ്റ് ഭാഗങ്ങളുമായി കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗങ്ങൾ കുറേയൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തീരെ പ്രയാസമെന്ന് തോന്നുന്ന ഒരു പേപ്പർ അപ്പാടെ അങ്ങ് ഒഴിവാക്കുക എന്നുള്ള മെത്തേഡല്ല നിങ്ങൾ അവലംബിക്കേണ്ടത്. ഒരു പേപ്പർ മുഴുവൻ ഒഴിവാക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടമാണ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇലക്ട്രോണിക്സ് എനിക്ക് ഇഷ്ടമല്ല എന്ന് കരുതി ഞാൻ ഇലക്ട്രോണിക്സ് കംപ്ലീറ്റ്ലി അങ്ങ് ഒഴിവാക്കുകയാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കംപ്ലീറ്റ് പോകും. ഇപ്പോൾ ഒരു 10 ചോദ്യം ഇലക്ട്രോണിക്സിൽ നിന്ന് വന്നെങ്കിൽ 10 ചോദ്യം അങ്ങ് പോയി. അപ്പോൾ 120-ൽ എനിക്ക് 10 മാർക്ക്, 110 മാർക്ക് അങ്ങ് പോയി. പിന്നെ 110-ലാണ് എനിക്ക് പിന്നെ മാർക്ക് വരുന്നത്. പിന്നെ എനിക്ക് 110 ചോദ്യങ്ങളും എനിക്ക് അറിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ബാക്കിയുള്ള ഭാഗത്തു നിന്നുള്ള 110 ചോദ്യങ്ങളും എനിക്ക് അറിയത്തില്ല. മുഴുവൻ എനിക്ക് അറിയാൻ പറ്റണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ശരിയല്ലേ? അപ്പോൾ ആ 110-ൽ നിന്ന് വീണ്ടും എനിക്ക് മാർക്ക് കുറയും. അപ്പോൾ ബാക്കിയുള്ള ഒരാൾക്ക് കിട്ടേണ്ട, ഇലക്ട്രോണിക്സിൽ നിന്ന് കിട്ടേണ്ട ഒരു 6 മാർക്ക് കൂടുതൽ കൂട്ടിക്കോളും. ആ 6 മാർക്ക് എനിക്ക് നഷ്ടം വരികയും അങ്ങനെ ക്വാളിഫയിങ് എന്നുള്ള ഒരു ഉറപ്പ് എനിക്കൊരു 6 മാർക്കിനൊക്കെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു യൂണിറ്റ് കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കുക അല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഒഴിവാക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്, ഹൈ റിസ്ക് ഫാക്ടറാണ്. സോ മാക്സിമം ശ്രമിച്ചു നോക്കുക ഒരു യൂണിറ്റ്. പിന്നെ ഒരു യൂണിറ്റിൽ അവസാനമൊക്കെ വരുന്ന കുറേ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയാലും കുഴപ്പങ്ങൾ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കി, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ഇഷ്ടമല്ല എന്ന് കരുതി അതേപടി അങ്ങ് എടുത്ത് കളയുന്നു.
ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് വരുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ പോകും. അപ്പോൾ അതൊക്കെ ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. നമ്മൾ ആ ഭാഗങ്ങൾ പഠിച്ചില്ല എന്നതിൻ്റെ പേരിൽ മാത്രം ചിലപ്പോൾ നമുക്ക് നഷ്ടം വരും. അപ്പോൾ അതുകൊണ്ട് ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കരുത്. ഒഴിവാക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ നഷ്ടം മറ്റ് ഭാഗങ്ങൾ നമുക്ക് നികത്താൻ പറ്റണം. ഈ അഥവാ ഒരു ചോദ്യം ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള റയറസ്റ്റ് ഓഫ് റയർ ചാൻസേ ഉണ്ടാകാവൂ എന്ന് ഉറപ്പാക്കണം. അങ്ങനെ വിവിധങ്ങളായ ക്രൈറ്റീരിയ നമ്മൾ നോക്കിയിട്ടാണ് ഈ പറയപ്പെടുന്ന കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഞാനിത് ഈ സിലബസിനെ പറ്റി ചിന്തിച്ചപ്പോൾ ചിന്തിക്കാനുള്ള കാരണം അടുത്ത സെറ്റ് പരീക്ഷ അതിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിയും. അപ്പോൾ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവും. സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടത്തേണ്ട സമയമാണ്. ചൂടാണ്, മഴയില്ല, ഒക്കെ ഉണ്ട്, കാലാവസ്ഥ പ്രശ്നമാണ്. പക്ഷെ എന്നാലും പഠനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അപ്പോൾ ഇനിയുള്ള 2-3 മാസങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ജൂണിൽ എക്സാം ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ആ പ്രിപ്പറേഷനെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിലബസിൻ്റെ ഒരു ചെറിയ ഡിസ്കഷനുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ മാത്തമാറ്റിക്കൽ സ്കിൽസ് വളർത്തിയെടുക്കുക. അപ്പോൾ ഓരോ സിലബസിലും അതുണ്ടാവില്ല. മാത്തമാറ്റിക്കലായിട്ടുള്ള ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷനും ആ സമ്മേഷൻ സീരീസ് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം ആദ്യമേ തന്നെ. അതൊക്കെ ഏതൊരു യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുമ്പും നമ്മുടെ ആവനാഴിയിൽ ആവശ്യത്തിനുള്ള ആയുധങ്ങളുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷനും നമുക്ക് എപ്പോഴും വേണ്ട ആയുധങ്ങളാണ്. അപ്പോൾ ആ ആയുധങ്ങൾ ഒരുക്കി വെക്കണം. ഏതൊരു പേപ്പർ പഠിക്കുമ്പോഴും ഫിസിക്സിലെ ഏതൊരു പേപ്പറിലും നമുക്ക് ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഒഴിവാക്കാൻ പറ്റുന്നതല്ല. സോ അത് പഠിച്ചു വെക്കണം. മാത്തമാറ്റിക്കൽ എബിലിറ്റി വളർത്തിയെടുക്കണം. പ്രോബ്ലംസ് ഒക്കെ വളരെ സ്പീഡായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റണം. 1 മിനിറ്റിൽ ചെയ്യേണ്ട പ്രോബ്ലം 2 മിനിറ്റ് എടുത്താൽ നമുക്ക് പകുതി ചോദ്യമേ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് നമുക്ക് നഷ്ടമാണ്. സോ അതുകൊണ്ട് സ്പീഡിൽ പ്രോബ്ലംസ് ചെയ്യാൻ പഠിക്കണം. സോ ഇറ്റ് റിക്വയർസ് എ റിഗറസ് പ്രാക്ടീസ്. സോ പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകണം നമ്മുടെ പഠനം. സോ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഉള്ള ഡേറ്റ് വരെ ഒന്നും പഠിക്കാൻ നോക്കിയിരിക്കരുത്. ആദ്യമേ തന്നെ പഠിച്ചോണം. ഒത്തിരി പഠിക്കാനുണ്ട്, വാസ്റ്റ് ടോപ്പിക്കാണ്. സോ അതുകൊണ്ട് ആദ്യമേ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുക. പിന്നെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എന്ത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ നോക്കിയേ, നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ്. ചില ആൾക്കാർ ചില മണ്ടന്മാർ എന്ന് തന്നെ ഞാൻ പറയും. കാരണം മാത്തമാറ്റിക്കൽ ഫിസിക്സ് പഠിക്കാത്ത ആൾക്കാരുണ്ട്. ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സ് പഠിക്കാതെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ എങ്ങനെ പഠിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരി, അവർക്ക് മാത്തമാറ്റിക്കൽ സ്കിൽസ് കുറവാണ് എന്ന് കരുതി മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഒഴിവാക്കുകയാണോ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. ആ ടോപ്പിക്കിൽ നിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരും. ആ സിമ്പിൾ ചോദ്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ പറയുന്ന നമ്മുടെ പ്രോബ്ലംസിന് അതേ മോഡലിൽ ചില അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയങ്ങളുണ്ട്. കഴിഞ്ഞ തവണ തന്നെ എത്രയോ പ്രോബ്ലംസ് വന്നു അങ്ങനെ തന്നെ. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. സോ ആ ഭാഗത്തു നിന്ന് ഒരു മിനിമം 7 ചോദ്യങ്ങൾ 8 ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഇതിനകത്ത് നിന്ന് ഡയമെൻഷണൽ അനാലിസിസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഡയമെൻഷണൽ അനാലിസിസ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ വെക്ടർ ആൾജിബ്ര, വെക്ടർ കാൽക്കുലസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലീനിയർ ആൾജിബ്ര, മെട്രിസസ്, കെയ്ലി ഹാമിൽട്ടൺ തിയറം, ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ്, ഈ മെട്രിസസും അതുമായി ബന്ധപ്പെട്ട പോർഷൻസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോണം. പിന്നെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലക്സ് അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫോറിയർ സീരീസ്, ഫോറിയർ ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെ കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ എയിലെ ആദ്യത്തെ ചോദ്യം തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്നായിരുന്നു. അല്ല, അത്ര സിമ്പിളായിട്ട് വരെ അവർ ചോദിച്ചു കളഞ്ഞു. സോ അതുകൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമും ഒക്കെ പഠിച്ചു വെച്ചോണം. പിന്നെ കോംപ്ലക്സ് അനാലിസിസ്, അതിനകത്തെ ലോറൻസ് സീരീസ്, എക്സ്പാൻഷൻ, ടൈലർ സീരീസ്, പോളുകൾ കണ്ടുപിടിക്കാൻ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻസ്, അതൊക്കെ ചെയ്ത് പഠിച്ചോണം. ഇനി ഒഴിവാക്കേണ്ട ഭാഗങ്ങളാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യൽ ഫങ്ഷൻസ്. സാധാരണ നമ്മുടെ PSC എക്സാമിനൊക്കെ നിങ്ങൾ ഇനി HSST പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ ഫംഗ്ഷൻ പഠിക്കേണ്ടി വരും. സെറ്റ് എക്സാമിന് സ്പെഷ്യൽ ഫംഗ്ഷൻസിൽ നിന്നും അത്രയധികം ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടില്ല. അതിന് ഹെർമൈറ്റ്, ലെഷൻഡർ, ലോഗ്രെ, ബെസൽ ഫംഗ്ഷൻ, അങ്ങനെ കുറേ സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ. അതിനകത്തുനിന്ന് അധികം
ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടില്ല. പിന്നെ പ്രോബബിലിറ്റി തിയറി, പിന്നെ റാൻഡം വേരിയബിൾസ്, ബൈനോമിയൽ ആൻഡ് പോയ്സൺ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ്, പിന്നെ സെൻട്രൽ ലിമിറ്റ് തിയറം, ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഭാഗങ്ങൾ പഠിച്ചില്ലെങ്കിലും അധികം പ്രശ്നം വരാൻ പോകുന്നില്ല, പ്രൊവൈഡഡ് ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. ദെൻ ക്ലാസിക്കൽ മെക്കാനിക്സ് നോക്കുകയാണെങ്കിൽ, ക്ലാസിക്കൽ മെക്കാനിക്സിലെ ന്യൂട്ടൺസ് ലോസ് ഒക്കെ നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. ന്യൂട്ടൺസ് ലോസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിരിക്കുന്ന സയൻറ്റിഫിക് ഓഫീസറിൻ്റെ അതിനൊക്കെ, അല്ലെങ്കിൽ PSC PG ബേസ്ഡ് ആയിട്ടുള്ള ഏത് പരീക്ഷകൾക്കും ഈ ന്യൂട്ടൺസ് ലോസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മുടെ സെറ്റിൻ്റെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ അധികം ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഡൈനാമിക്കൽ സിസ്റ്റംസ്, ഫേസ് സ്പേസ് ഡൈനാമിക്സ്, സ്റ്റെബിലിറ്റി അനാലിസിസ്, അതൊക്കെ ഒഴിവാക്കാവുന്നതാണ്, നോൺ ലീനിയർ ഡൈനാമിക്സുമായി ബന്ധപ്പെട്ടത്. പിന്നെ സെൻട്രൽ ഫോഴ്സ് മോഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ടു ബോഡി കൊളീഷൻസ്, സ്കാറ്ററിംഗ് ഇൻ ലബോറട്ടറി ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിംസ്, അതും ഇമ്പോർട്ടൻ്റ് അല്ല, ആ ഭാഗങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ ഉള്ളത് റിജിഡ് ബോഡി ഡൈനാമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ടെൻസർ, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്നത് നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് ആൻഡ് സ്യൂഡോ ഫോഴ്സസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ വേരിയേഷൻ ഓഫ് പ്രിൻസിപ്പിൾ, ദെൻ ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഫോർമലിസം, ഇവിടം മുതൽ നിങ്ങൾ പഠിക്കണം. ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഫോർമലിസം ആൻഡ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ലഗ്രാഞ്ചിയസ് ഇക്വേഷൻ ഓഫ് മോഷൻ, ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ലഗ്രാഞ്ച് എന്ന ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാൻ, ഹാമിൽട്ടോണിയൻ എന്ന ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കാൻ, പോയിസൺ ബ്രാക്കറ്റ്, അതുമായി ബന്ധപ്പെട്ട സർവ കാര്യങ്ങളും, സൈക്ലിക് കോർഡിനേറ്റ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. തിയറിപരമായിട്ടും പ്രോബ്ലംസ് ആയിട്ടും ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഓക്കെ. സോ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്മോൾ ഓസിലേഷൻസ്, നോർമൽ മോഡ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അത് സ്മോൾ ഓസിലേഷൻസ്, നോർമൽ മോഡ് കണ്ടുപിടിക്കാൻ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം അവിടെ നമ്മുടെ മെട്രിക്സസ്, ഡിറ്റർമിനൻസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഡിറ്റർമിനൻസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. സോ ആ ഡിറ്റർമിനൻ്റ് വരുന്നത് കൊണ്ട് തന്നെ, ഡിറ്റർമിനൻറ്റും ആ ഭാഗങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ആ പ്രോബ്ലംസ് നമ്മുടെ ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ, സൈമിൾട്ടേനിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുന്നത് ഒത്തിരി സഹായിക്കും കേട്ടോ. സോ ദെൻ പോയിസൺ ബ്രാക്കറ്റ്, കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങളുണ്ടാവും. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഫങ്ഷൻസ്, ആ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ഹാമിൽട്ടോണിയൻ ഉണ്ടായി, ആ പുതിയ ഹാമിൽട്ടോണിയൻ്റെ ഫോം എന്ത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ആ പ്രോബ്ലംസും ചെയ്ത് പഠിച്ചോണം. ഹാമിൽട്ടൺ ജക്കോബി തിയറി, അത് തിയറി ആയിട്ട് ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ ഹാമിൽട്ടൺ ജക്കോബി തിയറിയിൽ നിന്നാണ് പിന്നെ ക്വാണ്ടം മെക്കാനിക്സിലേക്കുള്ള ഒരു ലിങ്ക് പോകുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകുന്നത് നല്ലതാണ്. ഓക്കെ. സോ ഇതാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ. ഓക്കെ, അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾക്കറിയാം, വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി തുടങ്ങുന്നത് തന്നെ അവിടെയാണ്. നമ്മുടെ ഡ്യുവൽ നേച്ചർ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ഗ്രൂപ്പ് വെലോസിറ്റി, ഫേസ് വെലോസിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം പഠിച്ചു പൊക്കണം. പിന്നെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, അത് ആ ഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ടൈം ഡിപ്പെൻഡൻറ്റ്, ടൈം ഇൻഡിപെൻഡൻറ്റ്, പിന്നെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, ഹാർമോണിക് ഓസിലേറ്റർ, ആ ഭാഗങ്ങളൊക്കെ പഠിച്ചു പോക്കണേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് പ്രോബ്ലംസും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിച്ചോണം. ദെൻ വേവ് ഫംഗ്ഷൻ ഇൻ കോർഡിനേറ്റ് ആൻഡ് മൊമെൻറ്റം റെപ്രസെൻറ്റേഷൻസ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൊമെൻറ്റം സ്പേസിൽ തന്നിട്ട് പൊസിഷൻ സ്പേസിൽ ചോദിക്കാം, പൊസിഷൻ സ്പേസിൽ ചോദിച്ചിട്ട് കോർഡിനേറ്റ് സ്പേസിൽ തന്നിട്ട് മൊമെൻറ്റം സ്പേസിൽ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അങ്ങനെ ആ ഒരു ട്രാൻസ്ഫോർമേഷനും പഠിച്ചു വെച്ചോണം. പിന്നെ കമ്മ്യൂട്ടേറ്റർ ആൾജിബ്ര, ഒത്തിരി പ്രോബ്ലംസ് വരുന്ന ഒരു ഭാഗമാണ് കമ്മ്യൂട്ടേറ്റർ ആൾജിബ്ര. പിന്നെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചു വെച്ചോണം. പിന്നെ ഡിറാക് നൊട്ടേഷന്, മോഷൻ സെൻട്രൽ സർട്ടൺ പൊട്ടൻഷ്യൽസ്, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം, ആംഗുലാർ മൊമെൻറ്റം ആൾജിബ്ര, സ്പിന്ന്, അഡീഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റ, ഹൈഡ്രജൻ ആറ്റം, അത്രയും ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗുലാർ മൊമെൻറ്റം ആൾജിബ്ര ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗുലാർ മൊമെൻറ്റം ആൾജിബ്രയും കമ്മ്യൂട്ടേറ്റേഴ്സും വെച്ചിട്ട് ആ പ്രോബ്ലംസും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അഡീഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റ,
അതുമായി ബന്ധപ്പെട്ട സ്പിൻ ആംഗുലാർ മൊമെൻറ്റ്, അതിൻ്റെ പ്രോബ്ലംസ് അതൊക്കെ പഠിച്ചു വെച്ചോണം, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സ്റ്റേൺ ഗെർലാക് എക്സ്പെരിമെൻറ്റ് അത്ര ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ പെർട്ടർബേഷൻ തിയറി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, വേരിയേഷണൽ മെത്തേഡ്, ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി, ഫെർമിസ് ഗോർഡൻ റൂൾ, സെലക്ഷൻ റൂൾ, ഇത്രയും ഈ ഭാഗങ്ങളൊന്നും അങ്ങനെ സെറ്റ് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഈ WKB അപ്രോക്സിമേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ ചോദ്യങ്ങളുണ്ടായിരുന്നു. WKB അപ്രോക്സിമേഷൻ്റെ തിയറി ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. തിയറിപരമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും, അതൊന്ന് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് അതിൻ്റെ വേവ് ഫംഗ്ഷന്, ഫെർമിയോൺസ് ആണെങ്കിൽ എങ്ങനെ, ബോസോൺസ് ആണെങ്കിൽ എങ്ങനെ, പിന്നെ 3 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ, ആ ഭാഗങ്ങൾ, പിന്നെ ഒരു 3 ഡയമെൻഷണൽ ബോക്സ് ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസിൽ നിന്നും വരുന്ന ചോദ്യങ്ങളാണ്, അതൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ദെൻ പിന്നെ എലമെൻ്ററി തിയറി ഓഫ് സ്കാറ്ററിങ്, ഫേസ് ഷിഫ്റ്റ്, പാർഷ്യൽ വേവ് അനാലിസിസ്, ബോൺ അപ്രോക്സിമേഷൻ, അതൊന്നും സെറ്റ് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്, സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു ഭാഗവും ഞാൻ കണ്ടില്ല. ഇതിനകത്തുനിന്ന് അവരങ്ങനെ ചോദിക്കാറുമില്ല, പക്ഷേ ചോദിക്കാൻ വിട്ടുകളയാനായിട്ട് നമുക്ക് അങ്ങനെ പറ്റത്തുമില്ല. ഏത് ഭാഗത്തു നിന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ചോദ്യം ചോദിക്കാം. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ബേസ് മുതൽ നിങ്ങൾ പഠിച്ചു പോകുന്നത് നല്ലതാണ്. ഓക്കെ. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നെറ്റിന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോബ്ലം വരും. ഇതാ ഈ വലിപ്പം കാണും പ്രോബ്ലത്തിന്, ഉണ്ടോ? എന്നിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് എന്താണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പാർട്ടീഷൻ ഫംഗ്ഷൻ എഴുതിയിട്ട് ഉത്തരം കണ്ടുപിടിക്കാവുന്ന രീതിയിലുള്ള പ്രോബ്ലംസും ആയിരിക്കും. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിനകത്ത് നിന്ന് നമ്മുടെ മാക്സ്വെൽസ് റിലേഷൻസ്, തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ്, മാക്സ്വെൽ റിലേഷൻസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നിന്ന് ഇത്തവണ ഒരു 2-3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ ആ ഭാഗങ്ങൾ പഠിച്ചു വെച്ചോണം. ദെൻ ഫേസ് സ്പേസ്, പിന്നെ കാനോനിക്കൽ, പിന്നെ എൻസെമ്പിൾസ്, മൈക്രോ കാനോനിക്കൽ, ഗ്രാൻഡ് കാനോനിക്കൽ, കാനോനിക്കൽ, അതിൻ്റെ പാർട്ടീഷൻ ഫംഗ്ഷൻസ്, ആ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ, അതെല്ലാം പഠിച്ചു വെച്ചോണം. പിന്നെ ഫ്രീ എനർജി ആൻഡ് ഇറ്റ്സ് കണക്ഷൻ വിത്ത് തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ്, ഈ പൊട്ടൻഷ്യൽസും ഫ്രീ എനർജി തമ്മിലുള്ള കണക്ഷൻ. പിന്നെ പാർട്ടീഷൻ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ അത് പാർട്ടീഷൻ ഫംഗ്ഷനിൽ നിന്നും ബാക്കി ക്വാണ്ടിറ്റീസ് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നുള്ളതും നിങ്ങൾ ചെയ്ത് പഠിച്ചോണം. ഇവിടെ ഡിഫറൻസിയേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഡിഫറൻസിയേഷൻ പഠിക്കാതെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിച്ചു പോകാൻ പറ്റത്തില്ല. ഡിഫറൻസിയേഷൻ അറിയത്തില്ലാതെയാണ് നമ്മൾ കിടന്ന് കൈയും വായും പൊളിക്കുന്നത്. സോ അതുകൊണ്ട് ഡിഫറൻസിയേഷൻ ഹാൻഡി ആക്കിക്കോണം, ഡിഫറൻസിയേഷൻ വളരെ എളുപ്പമാക്കിക്കോണം. എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തും +2 എടുത്ത് ട്യൂഷന് പോയിട്ടാണെങ്കിലും ഡിഫറൻസിയേഷൻ പഠിച്ചോണം. ഇനി അവിടെ വേറൊരു രക്ഷയില്ലെങ്കിൽ ഇങ്ങ് പോലെ നമ്മൾ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷനും പഠിപ്പിച്ചിട്ടേ ബാക്കി തുടങ്ങുള്ളൂ. നടയടി തന്നിട്ടേ നമ്മൾ സെറ്റിലേക്ക് നമ്മൾ കയറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നടയടി എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും. അത് കഴിഞ്ഞിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. ഓക്കെ. സോ പിന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആൻഡ് പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം ഒഴിവാക്കാം. നമ്മളിത് +2 പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും ചിലപ്പോൾ നമ്മൾ മറന്നു പോകാം. സ്റ്റെഫാൻസ് ലോ ഒക്കെ നമുക്ക് മറന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇത് പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ, അതൊക്കെ ഒന്ന് പഠിച്ചു പോകുന്നത് ഒത്തിരി നല്ലതാണ്. സോ ഈ ഭാഗം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഒന്നും ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ല ബുദ്ധി. ഓക്കെ. സോ ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ പ്രത്യേകത നമ്മൾ +2 പഠിക്കുന്നതും ഡിഗ്രിക്ക് പഠിക്കുന്നതും PGക്ക് പഠിക്കുന്നതുമായിട്ടുള്ള പോർഷൻസ് എല്ലാം ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സും ഉണ്ട്, മാഗ്നറ്റോസ്റ്റാറ്റിക്സും ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോയിൽ തുടങ്ങുക, നമ്മൾ പഠിക്കുന്ന ബേസിക് ഗോസസ് ലോയിൽ തുടങ്ങുന്നു. പിന്നെ നമ്മൾ മെത്തേഡ് ഓഫ് ഇമേജസ്, അതുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങൾ അങ്ങനെ പോയി. പിന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെത്തുന്നു. മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ ബയോസാവാർട്സ് ലോയിൽ തുടങ്ങുന്നു. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ തീരുന്നു. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ +2 മുതലുള്ള കാര്യങ്ങൾ പഠിച്ചോണം. മോഷണൽ EMF, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. പിന്നെ ഒരു സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാഗ്നറ്റ് തന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും കണ്ടുപിടിക്കാനും എല്ലാം അറിഞ്ഞിരിക്കണം. ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് തരും, ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോണം. +2 ബുക്കുകളൊക്കെ എടുത്ത് വെച്ച് പഠിച്ചാൽ ഒത്തിരി ഉപകാരപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എൻട്രൻസിൻ്റെ ഒക്കെ വരുന്ന ചോദ്യങ്ങൾ, എൻട്രൻസിനൊക്കെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് പഠിച്ചാൽ പിന്നെ അതിനപ്പുറം വേറൊന്നും പഠിക്കേണ്ട കാര്യമില്ല ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ. പിന്നെ അത് കഴിഞ്ഞാണ് വരുന്നത് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഭാഗത്തുനിന്ന് വേറെ ഒന്നുമില്ല. മാഗ്നറ്റോസ്റ്റാറ്റിക്സ് അതിൻ്റെ
ഫ്രീ സ്പേസ്, ലീനിയർ, അതിൻ്റെ ലീനിയർ മീഡിയ, അതിൻ്റെ ലീനിയർ ഫോമുകൾ, മാക്സ്വെൽസ് ഇക്വേഷൻ ലീനിയർ ഫോമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ലീനിയർ ഫോം വെച്ചിട്ടാണ് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് തന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനും, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ ലീനിയർ ഫോം വെച്ചിട്ടാണ്. അപ്പോൾ ആ ലീനിയർ ഫോം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ പഠിച്ചു വെച്ചോണം. ദെൻ ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, മാക്സ്വെൽസ് ഇക്വേഷൻ വെച്ചിട്ടുള്ളത്, അത് പഠിച്ചോണം. പിന്നെ സ്കേലാർ ആൻഡ് വെക്ടർ പൊട്ടൻഷ്യൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചോണം, വിട്ട് കളയരുത്. ഗേജ് ഇൻവേരിയൻസ്, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ ഫ്രീ സ്പേസ്, ഡൈഇലക്ട്രിക് ആൻഡ് കണ്ടക്ടേഴ്സ്, പിന്നെ റിഫ്ലക്ഷൻ ആൻഡ് പോളറൈസേഷൻ. അത് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എന്നാലും നമ്മുടെ റിഫ്ലക്ഷൻ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഫ്രെനൽസ് ലോ, ഇന്റർഫറൻസ്, കൊഹിറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ, ഡൈനാമിക്സ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ സ്റ്റാറ്റിക് ആൻഡ് യൂണിഫോം ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ്, ഡിസ്പേർഷൻ റിലേഷൻസ് ഇൻ പ്ലാസ്മ, ലോറൻസ് ഇൻവേരിയൻസ് ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻസ്, അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം, ആ ഭാഗങ്ങൾ ഒഴിവാക്കാം. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തില്ലാത്ത ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് കിടപ്പുണ്ട്, ട്രാൻസ്മിഷൻ ലൈൻസ് ആൻഡ് വേവ് ഗൈഡ്സ്. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പ്രത്യേകതകൾ, വേവ് ഗൈഡ്, റെക്ടാങ്കുലർ വേവ് ഗൈഡ്, സർക്കുലർ വേവ് ഗൈഡുകൾ, ആ വേവ് ഗൈഡുകളുടെ പ്രത്യേകതകൾ, കട്ട് ഓഫ് ഫ്രീക്വൻസി, ആ ത്രഷോൾഡ് ഫ്രീക്വൻസി, കട്ട് ഓഫ് ഫ്രീക്വൻസി, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചോണം, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും, പ്രോബ്ലംസ് ചെയ്യാൻ ഉണ്ടാവും. ഓക്കെ, സോ അത് പഠിച്ചു വെച്ചോണം. പിന്നെ നമ്മുടെ റേഡിയേഷൻ ഫ്രം മൂവിങ് ലിനാർഡ് വിഷാർഡ് പൊട്ടൻഷ്യൽസ്, ആ സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. റേഡിയേഷൻ ഫ്രം മൂവിങ് ചാർജസ് ആൻഡ് ഡൈപോൾസ് ആൻഡ് റിട്ടാർഡ് പൊട്ടൻഷ്യൽസ്, ലിനാർഡ് വിഷാർഡ് പൊട്ടൻഷ്യൽ, റിട്ടാർഡ് പൊട്ടൻഷ്യൽ, അതൊക്കെ ഒഴിവാക്കുക. അതിനകത്ത് നിന്ന് അങ്ങനെയൊന്നും ചോദ്യങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ ഒഴിവാക്കാം. അങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പോകുന്നത്. ക്ലിയർ, മനസ്സിലായി എന്ന് കരുതുന്നു. ദെൻ അറ്റോമിക് ആൻഡ് മോളിക്യുലാർ ഫിസിക്സ്. അറ്റോമിക് ആൻഡ് മോളിക്യുലാർ ഫിസിക്സിൽ ക്വാണ്ടം സ്റ്റേറ്റ്സ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം, ഇലക്ട്രോൺ സ്പിന്ന്, സ്പെക്ട്രം ഓഫ് ഹീലിയം ആൻഡ് ആൽക്കലി ആറ്റം, അതൊക്കെ പഠിച്ചു വെച്ചോണം. പിന്നെ റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ ഫോർ എനർജി ലെവൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ആൻഡ് ഐസോട്ടോപിക് ഷിഫ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ദെൻ LS കപ്ലിംഗ്, JJ കപ്ലിംഗ്, സീമാൻ, പാഷൻ ബാക്ക്, സ്റ്റാർക്ക് എഫക്റ്റുകളെല്ലാം പഠിച്ചു വെച്ചോണം, നെയിംഡ് എഫക്ട്സുകളെല്ലാം. ദെൻ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ്, ESR, ന്യൂക്ലിയർ NMR, പിന്നെ ഫ്രാങ്ക് ഗോർഡൻ പ്രിൻസിപ്പിൾ, പിന്നെ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ, ദെൻ ഇലക്ട്രോണിക്, റൊട്ടേഷണൽ, വൈബ്രേഷണൽ ആൻഡ് രാമൻ സ്പെക്ട്ര, അതും പഠിച്ചു വെച്ചോണം. ക്ലിയർ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട സെലക്ഷൻ റൂളുകൾ, എല്ലാത്തിൻ്റെ സെലക്ഷൻ റൂളുകളും അറിഞ്ഞിരിക്കണം. നമുക്ക് മിക്സായി പോകാനുള്ള സാധ്യതയുണ്ട്, അതൊന്ന് ഒഴിവാക്കാൻ ആദ്യമേ തന്നെ പഠിച്ചു വെച്ചോണം. പിന്നെ ഈ ലേസർ അങ്ങനെ നമ്മൾ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ലേസർ PSCയുടെ സിലബസിലുണ്ട് താനും. PSCയുടെ സിലബസിൽ അതൊരു യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ ലേസർ വേണമെങ്കിൽ നമുക്ക് സെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ PSC ചെന്ന് കഴിയുമ്പം ദർ യു വിൽ ബി ട്രാപ്ഡ്. ലേസർ പഠിക്കാതെ രക്ഷയില്ല. ഓക്കെ, അപ്പോൾ ലേസർ പഠിച്ചാൽ തന്നെയും നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഐൻസ്റ്റീൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഒപ്റ്റിക്കൽ പമ്പിങ്, പോപ്പുലേഷൻ ഇൻവേർഷന്, പിന്നെ അതിൻ്റെ റേറ്റ് ഇക്വേഷൻസ്, പിന്നെ മോഡ് ഓഫ് കോഹറൻസ് ലെങ്ത് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ലേസർ ഒഴിവാക്കാം. അതാണ് അറ്റോമിക് ആൻഡ് മോളിക്യുലർ ഫിസിക്സിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ, ദെൻ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നല്ലോ. അപ്പോൾ സെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് കൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ നമ്മൾ റിസൾട്ട് വന്നതിന് പിറ്റേന്ന് തന്നെ നമ്മൾ സെറ്റ് അസ്ത്ര 2.0 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി സീരിയസ്നെസ് ഉണ്ടാവണം. തീർച്ചയായും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇത്തവണ നമ്മൾ സബ്ജക്റ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, മലയാളം, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, സുവോളജി, ഹിന്ദി, ജനറൽ പേപ്പർ എന്നീ സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ സെറ്റ് ഉള്ളത്. സെറ്റിൻ്റെ കോച്ചിങ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ, നമ്മുടെ കഴിഞ്ഞ തവണത്തെ വൻ വിജയം നിങ്ങളിലൂടെ ആവർത്തിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരെ കാര്യമേറ്റു. ഓക്കെ, അപ്പോൾ കൂടെ പോകുന്ന കോഴ്സ് പർച്ചേസ് ചെയ്തു എന്ന് കരുതി റിസൾട്ടിന് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ചെയ്യേണ്ടത് ഞങ്ങളോടൊപ്പം നിങ്ങളും അധ്വാനിക്കണം. ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട് നിങ്ങളെ പഠിപ്പിക്കാനും, നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനും, അത് വർക്കൗട്ട് ചെയ്യാനും, അത് പഠിപ്പിക്കാനും. തല്ലി പഠിപ്പിക്കേണ്ട എല്ലാത്തിനെയും, അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വർക്കൗട്ടിൻ്റെ കൂടെ നിങ്ങളും അധ്വാനിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലേ, പുസ്തകം മേടിച്ച് തലയണക്കീഴെ വെച്ചാൽ അതിനകത്ത് ഇങ്ങോട്ട് കയറുകയല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. ഈ കോഴ്സ് പർച്ചേസ് ചെയ്തെന്ന് കരുതി യാതൊരു ഗുണവുമില്ല. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പോരെ കാര്യമേറ്റു.
ഓക്കെ. സോ നമ്മുടെ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. ഓരോ വീക്കെൻഡും എക്സാം ഉണ്ട്. ആ എക്സാമുകളെല്ലാം അറ്റൻഡ് ചെയ്യണം. ഒരു എക്സാം പോലും വിടരുത്. എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്യുക. പിന്നെ ലൈവ് ക്ലാസ്സുകൾ വരും. ലൈവ് ക്ലാസ്സുകളിലെ പ്രോബ്ലംസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുക. ഫിസിക്സിനെ സംബന്ധിച്ച് കൂടുതൽ ഒത്തിരി പ്രോബ്ലംസ് ഈ 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് എത്ര പ്രോബ്ലംസ്, എന്തുമാത്രം പ്രോബ്ലംസ് നമ്മൾ ചെയ്യും ഓരോ ദിവസവും. അപ്പോൾ ആ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പരീക്ഷകൾ എഴുതി, പരീക്ഷകളുടെ പ്രോബ്ലംസ് വീണ്ടും വർക്കൗട്ട് ചെയ്ത് അവസാനം മോഡൽ എക്സാമുകൾ എഴുതി, അങ്ങനെ നിങ്ങളെ ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടാണ് നിങ്ങൾ സെറ്റ് എക്സാം ഹാളിലേക്ക് ഞങ്ങൾ തള്ളിവിടുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അതിനോട് സഹകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കിലോട്ട് പോരെ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മുടെ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മുടെ ബേസിക് ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ്, സൈസ്, ഷേപ്പ്, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സ്പിൻ ആൻഡ് പാരിറ്റി, ആ ഭാഗങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് വെച്ചിട്ട് ഒരു കുറേ ചോദ്യങ്ങളുണ്ട്. പിന്നെ ബൈൻഡിങ് എനർജി, സെമി എംപിരിക്കൽ മാസ് ഫോർമുല ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. ദെൻ ലിക്വിഡ് ഡ്രോപ്പ് മോഡലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, നേച്ചർ ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്, ഫോം ഓഫ് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ, ചാർജ്, ഈ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രത്യേകത, അതുമായി ബന്ധപ്പെട്ട ഓരോ ചാർജ് ഇൻഡിപെൻഡൻസ്, ചാർജ് സിമെട്രി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രത്യേകതകൾ, ന്യൂക്ലിയസിൻ്റെ ബേസിക് ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ്, ഈ ഭാഗങ്ങൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് കുറേയധികം ചോദ്യങ്ങൾ എല്ലാ തവണയും ഉണ്ടാവാറുണ്ട്. പഠിച്ചോണം. ദെൻ ഡ്യൂട്രോൺ പ്രോബ്ലം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. നമ്മൾ MSc പഠിച്ചിട്ടുള്ളതാണ്, അല്ലെ PGക്ക് പഠിച്ചിട്ടുള്ളതാണ്. ഡ്യൂട്രോൺ പ്രോബ്ലം എങ്ങനെയാണ് ഒരു ഡ്യൂട്രോൺ പ്രോബ്ലം, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതിനകത്ത് നിന്ന് ചോദ്യങ്ങളൊന്നും വന്ന് കണ്ടിട്ടില്ല. ദെൻ ഷെൽ സ്ട്രക്ചർ, ഷെൽ മോഡൽ കാൽക്കുലേഷൻസ് അത് പഠിച്ചോണം. എങ്ങനെയാണ് മാജിക് നമ്പറുകൾ ഉണ്ടാകുന്നത്, അതിൻ്റെ കോൺഫിഗറേഷൻസ് എല്ലാം പഠിച്ചു വെക്കണം. അതിൻ്റെ കപ്ലിംഗ് സ്കീമുകളൊക്കെ എഴുതാൻ അറിഞ്ഞിരിക്കണം. ദെൻ റൊട്ടേഷണൽ സ്പെക്ട്ര ഒഴിവാക്കാം. ദെൻ എലമെൻ്ററി ഐഡിയാസ് ഓഫ് ആൽഫ, ബീറ്റ, ഗാമ, ഡീക്കേസ് പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? നമ്മൾ സ്കൂൾ കാലം മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെ ആൽഫ ഉണ്ടാകുന്നു, എങ്ങനെ ബീറ്റ ഉണ്ടാകുന്നു, എങ്ങനെ ഗാമ ഡീക്കെ ഉണ്ടാകുന്നു, അത് ഡോട്ടർ ന്യൂക്ലിയസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ ഹാഫ് ലൈഫ്, അതുമായി ബന്ധപ്പെട്ട ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, അതൊക്കെ പഠിച്ചു വെച്ചോണം. അതിനകത്ത് ചോദ്യങ്ങളുണ്ടാവും. പിന്നെ ന്യൂക്ലിയർ റിയാക്ഷൻസ്, റിയാക്ഷൻ മെക്കാനിസംസ്, കോമ്പൗണ്ട് ന്യൂക്ലിയർ ആൻഡ് ഡയറക്റ്റ് റിയാക്ഷൻസ് ഒഴിവാക്കാം. അതിനകത്ത് അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ ഒരു ന്യൂക്ലിയർ ഫിസിക്സിലെ റിസർച്ചിന് പോവാണ്, തീർച്ചയായും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫണ്ടമെന്റൽ ഫോഴ്സ്, പാർട്ടിക്കിൾ ഫിസിക്സിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും ഒഴിവാക്കാനില്ല. എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റാണ്. ഒറ്റ വിഴുങ്ങൽ പാർട്ടിക്കിൾ ഫിസിക്സ് കഴിഞ്ഞു. ഒരൊറ്റ ടേബിൾ, ആ ടേബിളിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഒരു പാർട്ടിക്കിളിനെ സംബന്ധിക്കുന്ന സർവ്വജാതകവും ഒരൊറ്റ ടേബിളിൽ നിങ്ങൾ പഠിച്ചോണം കേട്ടോ. ബോസോൺസ് ഏത്, ഫെർമിയോൺസ് ഏത്, ആ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചു വെച്ചോണം. ബേരിയോൺസ്, ലെപ്റ്റോൺസ്, ആ കാര്യം മുഴുവൻ ഓരോ ക്ലാസ്സിലും വരുന്ന പാർട്ടിക്കിൾസ് എന്ത്, അതിൻ്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ത്, ആ ഓരോ ക്വാണ്ടം നമ്പേഴ്സും പഠിച്ചത്. അപ്പം അത് പഠിച്ചാൽ പലതുണ്ട് കാര്യം. പാർട്ടിക്കിൾസിനെ സംബന്ധിച്ചറിയും. പിന്നെ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അത് ഫീസിബിൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഒരൊറ്റ ടേബിളിൽ നിന്ന് പഠിക്കാൻ പറ്റും. ആ പാർട്ടിക്കിൾ ഫിസിക്സ് അരച്ച് കലക്കിക്കോളും, ഒന്നും വിടാനില്ല. ഓക്കെ. സോ അതിൻ്റെ ചാർജസ്, പിന്നെ പാരിറ്റി, ഐസോസ്പിൻ, സ്ട്രേഞ്ച്നെസ്, ആ കാര്യങ്ങളെല്ലാം പഠിച്ചോണം കേട്ടോ. സോ ദെൻ ജെൽമാൻ ഡിരിഷ്മാൻ ഫോർമുല, ദെൻ ക്വാർക്ക് മോഡൽ അറിയാമല്ലോ. അപ്പോൾ ഓരോ പാർട്ടിക്കിൾസിനും വരുന്ന ക്വാർക്കുകൾ എന്തൊക്കെ ക്വാർക്കുകളാണ്, ഒരു പ്രോട്ടോണിലെന്ത്, ന്യൂട്രോണിലെന്ത്, UUD, UDD ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് മറന്നു പോകും. അപ്പോൾ ആ മറക്കാൻ ഉള്ള സാധ്യത ഉള്ളതിനെ കൂടുതൽ ആവർത്തി നിങ്ങൾ പഠിച്ചോണം. അത്രയും കൂടുതൽ പഠിച്ച് തലയിൽ കയറ്റിക്കണം എങ്ങനെയെങ്കിലും. ഓക്കെ. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് സിമെട്രി ആർഗ്യുമെന്റ്സ് ടു പാർട്ടിക്കിൾ റിയാക്ഷൻസ്, പിന്നെ പാരിറ്റി, നോൺ കൺസർവേഷൻ ഇൻ വീക്ക് ഇൻട്രാക്ഷൻ. അപ്പോൾ വീക്ക് ഇൻട്രാക്ഷൻസ് ഒക്കെ എന്താണെന്ന് ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്. അതൊക്കെ നോക്കിയിട്ട് പോകണം. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. അത്രയൊന്നും നമുക്കത് ഒഴിവാക്കാനില്ല ഇതിനകത്തുനിന്ന്. കാരണം ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഒറ്റ യൂണിറ്റാണ്. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഒരൊറ്റ പാർട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഒഴിവാക്കാനൊന്നുമില്ല. അതാണ്. ഓക്കെ. സോ അതാണ് നമ്മുടെ ന്യൂക്ലിയർ ഫിസിക്സ്. ദെൻ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്. സോ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ബേസിക് ആയിട്ട് ലാറ്റിസ് സ്ട്രക്ചറിൽ നിന്നാണ് തുടങ്ങുക. ഇപ്പം ബ്രവേസ് ലാറ്റിസ്, റെസിപ്രോക്കൽ ലാറ്റിസ്, പിന്നെ ദെൻ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ്, ഫോണോൺ, ദെൻ സ്പെസിഫിക് ഹീറ്റ്, തിയറി ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഡയറക്റ്റ് എക്സ്പ്രഷൻ എന്താണെന്നൊക്കെ അവർ ചോദിക്കുന്നത്. ഈ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഡയറക്റ്റ് എക്സ്പ്രഷനാണ് ചോദിക്കുന്നത്. എന്താണ്, വാട്ട് ഈസ് വാട്ട്, ഹൗ ഈസ് ഹൗ,
ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആൻസർ, ഡയറക്റ്റ് എക്സ്പ്രഷനാണ് ചോദിക്കുന്നത്. സോ അത്രേ കാണാതെ ആ എക്സ്പ്രഷൻസ് ഒക്കെ കാണാതെ പഠിക്കണം. ചിലപ്പോൾ നമുക്ക് 2/1/n ആണ് 2/n ആണോ അങ്ങനത്തെ പല കൺഫ്യൂഷൻസും ഉണ്ടാവും പരീക്ഷയ്ക്കൊക്കെ കയറി കഴിയുമ്പോൾ. സോ അതുപോലെ തന്നെ പൈ എച്ച് ക്രോസ് സ്ക്വയർ ബൈ പൈ എച്ച് ക്രോസ് സ്ക്വയർ ആണോ, അതെയോ എം ഇൻറ്റു ഫെർമി എനർജി ഡിവൈഡഡ് ബൈ പൈ എച്ച് ക്രോസ് സ്ക്വയർ ആണോ, പൈ എച്ച് ക്രോസ് ആണോ, അങ്ങനെ പല 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 കൺഫ്യൂഷൻസ് നമുക്കുണ്ടാവും. സോ ആ കൺഫ്യൂഷൻസിനൊക്കെ ഒഴിവാക്കിക്കോണം. ചെയ്ത് പഠിച്ചോണം. എല്ലാം ഡെറിവേഷൻ ആണെന്ന് കരുതി, കുറേ ഡെറിവേഷൻസ് ഉണ്ടെന്ന് കരുതി അതൊന്നും ഒഴിവാക്കാനുള്ളതല്ല. അതിനിടയ്ക്ക് നിന്നൊക്കെ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താനും. ഡിഫ്രാക്ഷൻ ആണ് ഈ അറ്റോമിക് സ്ട്രക്ചർ ഫാക്ടർ, ജിയോമെട്രിക് സ്ട്രക്ചർ ഫാക്ടർ, അതൊക്കെ എഴുതാൻ അറിഞ്ഞിരിക്കണേ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡ്രൂഡ് മോഡൽ പഠിക്കണം. ഹോൾ എഫക്റ്റ്, പിന്നെ ഇലക്ട്രോൺ മോഷൻ്റെ പീരിയോഡിക് പൊട്ടൻഷ്യൽ. അവിടെ ഈ ഡ്രൂഡ് മോഡലൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ. പിന്നെ ഈ ഇലക്ട്രോൺ മോഷൻ്റെ പീരിയോഡിക് പൊട്ടൻഷ്യൽ അത് വെച്ചിട്ടൊക്കെ കഴിഞ്ഞ തവണ ചോദ്യം ചോദിച്ചതാണ്. സോ ഈ ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബാൻഡ് തിയറി ഓഫ് സോളിഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദെൻ മെറ്റൽ എന്ത്, ഇൻസുലേറ്ററുകൾ എന്ത്, സെമി കണ്ടക്ടറുകൾ എന്ത്, അതിൻ്റെ ബാൻഡ് തിയറി അത് പഠിച്ചോണം കേട്ടോ. ദെൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻസ്, പിന്നെ പാര ആൻഡ് ഫെറോ മാഗ്നറ്റിസംസ്, പിന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ നിന്ന് പ്രോബ്ലംസ് ഉണ്ടാകും, തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ടൈപ്പ് 1, ടൈപ്പ് 2, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം വെച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ഈ ജോസഫ്സൺ ജംഗ്ഷൻ ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ സൂപ്പർ ഫ്ലൂയിഡിറ്റി, പിന്നെ ഓർഡേർഡ് ഫേസസ് ഓഫ് മാറ്റർ, ട്രാൻസ്ലേഷണൽ ആൻഡ് ഓറിയന്റേഷണൽ ഓർഡർ, ദെൻ കൈൻഡ്സ് ഓഫ് ലിക്വിഡ് ക്രിസ്റ്റലൈൻ ഓർഡർ, ക്വാസി ക്രിസ്റ്റൽസ്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ദെൻ ഡിഫക്റ്റ് ആൻഡ് ഡിസ്ലൊക്കേഷൻ. ഡിഫക്റ്റ് കഴിഞ്ഞ തവണ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതും പഠിച്ചോണം കേട്ടോ. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇലക്ട്രോണിക്സ് നിങ്ങൾക്കറിയാം, നമ്മുടെ ബേസിക്സ് ഡയോഡിലാണ് തുടങ്ങുന്നത്. ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഫെറ്റ്, ദെൻ ഹോമോ ആൻഡ് ഹെട്രോ ജംഗ്ഷൻ ഡിവൈസസ്, അതൊക്കെ പഠിച്ചു വെച്ചോണം. ദെൻ ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ, ട്രാൻസിസ്റ്റർ ആസ് ആൻ ഓസിലേറ്റർ, അതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചോണം. പിന്നെ ദെൻ ഫ്രീക്വൻസി ഡിപ്പെൻഡൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, പിന്നെ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ്, സോളാർ സെല്ല്, ഫോട്ടോ ഡിറ്റക്ടർ, LED, അതൊക്കെ പഠിച്ചു വെച്ചോണം. അതിൻ്റെ സർക്യൂട്ടുകളെല്ലാം പഠിച്ചോണം. ദെൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ, അതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസ്, ഇൻ്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ, അതെല്ലാം പഠിച്ചോണം. പിന്നെ ഫിൽറ്ററുകൾ, ബാൻഡ് പാസ് ഫിൽറ്റർ, ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ആ ഭാഗങ്ങളെല്ലാം എങ്ങനെ ഫിൽറ്റർ ആകുന്നു, എല്ലാ കാര്യങ്ങളെല്ലാം പഠിച്ചോണം. CMRR എന്താ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചോണം, മറക്കരുത്. ദെൻ പിന്നെയാണ് നമ്മുടെ ഡിജിറ്റൽ ടെക്നിക്സ്, A to D കൺവേർട്ടർ, D to A കൺവേർട്ടർ, രജിസ്റ്റർ, കൗണ്ടർ, കോമ്പറേറ്റർ, ആ സാധനങ്ങളെല്ലാം, ഈ പാരാവാരങ്ങളെല്ലാം പഠിച്ചു വെച്ചോണം കേട്ടോ. ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളറൊക്കെ അങ്ങനെ അങ്ങ് ചോദിച്ച് കണ്ടിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ദെൻ പിന്നെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസിൽ വരുന്ന പ്രിസിഷൻ ആൻഡ് അക്യുറസി, എറർ അനാലിസിസ്, പ്രൊപ്പഗേഷൻ ഓഫ് എറർ, ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ്, അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്ന പോർഷൻസിൽ പെടുന്നതാണ്. സോ ബാക്കി ഓപ്പറേഷണൽ ആംപ്ലിഫയർ, പിന്നെ ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഫെറ്റ്, LED, ഫോട്ടോ ഡയോഡ്, ആ ഭാഗങ്ങളൊക്കെ പഠിച്ചു വെച്ചോണം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നത്, മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് PSCയുടെ സിലബസിൽ ഒരു യൂണിറ്റ് ആണ്. ഇവിടെ പോയാൽ നിങ്ങൾക്ക് അവിടെ പെടും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ സെറ്റാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നതെങ്കിൽ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി നിങ്ങൾ ഭാവി മുന്നോട്ട് കണ്ടിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും പഠിച്ചോ. PSCയുടെ സിലബസ് ഇനി ഉടനെയെങ്കിലും മാറ്റാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ HSSTയോ കൊളീജിയറ്റ് എക്സാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും PG ബേസ്ഡ് സിലബസ് ആയിട്ട് ബന്ധപ്പെട്ട എക്സാമുകളൊക്കെ എഴുതാനാണെങ്കിൽ നമ്മുടെ ഈ മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളർ ഒരൊറ്റ യൂണിറ്റ് ആണ്, നിരന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ PSC പോയിന്റ് ഓഫ് വ്യൂ. ബട്ട് സെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ഇന്നുവരെ അങ്ങനെ അത്ര ഇമ്പോർട്ടൻസ് വന്ന് കണ്ടിട്ടുമില്ല. സോ അത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. ഒഴിവാക്കാൻ പറ്റുന്ന ഭാഗങ്ങളും അതൊക്കെയാണ്. സോ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ആദ്യമേ നേരുന്നു. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക, നല്ലപോലെ പഠിക്കുക. ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും, ഇപ്പം ഞാനീ പറഞ്ഞ ഭാഗങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് പിന്നെ നേരെ ഉണ്ടെങ്കിൽ ബാക്കി ഭാഗങ്ങൾ പഠിച്ചു. ഓക്കെ, സോ അത്ര പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം പോരെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം.
So we will see you with another video. Thank you.